അവർ ഒന്ന് രണ്ടെണ്ണം തന്നെ ശിഷേ I taste you. You don't collect. You taste it. At first you taste it. No problem. You taste it first, then collect. ഫ്ലേവറുകളുടെ വേൾഡാണിത്. Nothing like eating from under the mango tree. Best place on earth. വരൂ കഥ പിന്നെ പറയാം. തീറ്റി നടക്കട്ടെ അത്. ഞാൻ ഷൈജു മാച്ചാത്തി, കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന ഒരാളാണ്. ജോലി പോലീസാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുമാവുകളുടെ ഒരു കൺസർവേഷനുമായി ബന്ധപ്പെട്ടതാണ്. മാവിലേക്ക് ഫോക്കസ്ഡ് ആവാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അത് മാവിനോടുള്ള ഏറ്റവും വലിയ പ്രിയം കൊണ്ട് വന്ന സംഭവമല്ല. നമുക്കറിയാലോ, ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസായി അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ട്, അതിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അശ്മന്താഹലിൽ തീരണം. യഥാർത്ഥത്തിൽ മാങ്ങയുടെ നമ്മൾ ഈ പറയുന്ന മാവെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഒറിജിൻ ചെയ്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്രോപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം ഇന്ത്യയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മാവിൽ വൈവിധ്യമുള്ളത്. അതിൽ വൈവിധ്യമാർന്ന ഇനങ്ങളുണ്ട്. നമ്മളതിന് പറയുന്നത് വെറൈറ്റി എന്നാണ്. ഒരു ചെറിയ കുഞ്ഞു മാങ്ങയിൽ തന്നെ 18ഓളം വെറൈറ്റികളാണ്. അപ്പോൾ പിന്നെ വലിയ മാങ്ങയുടെ പ്രത്യേകത പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഈ സൈസ് കൊണ്ടും വലിപ്പം കൊണ്ടും മധുരം കൊണ്ടും മണം കൊണ്ടും ഒക്കെ ഈ പറയുന്ന മാങ്ങകളിൽ പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, എന്താണ് നാട്ടുമാങ്ങ? അതിനൊരു ഡെഫിനിഷൻ ഉണ്ടോ? ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ മനുഷ്യൻ്റെ കാര്യത്തിലൊന്ന് ഇറങ്ങിച്ചെന്നാൽ, ആരാണ് നാട്ടുകാരൻ? എൻ്റെ നാട്ടുകാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഒരാളെ എനിക്ക് നാട്ടുകാരെന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ? ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു ഫാമിലിയുടെ വരികയും കുറേ വർഷമായിട്ട് ഇവിടെ താമസിക്കുകയും ചെയ്യുമ്പോൾ അയാളെ നാട്ടുകാരനായിട്ട് നമ്മൾ അംഗീകരിക്കുമോ? നോർമലി കുറേ വർഷമായ അയാൾ പരമ്പരയും നെക്സ്റ്റ് ജനറേഷനും കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാരനായി പറയുമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണെന്ന് എവിടെയെങ്കിലും ഒരു ചില സൂചനയും സ്ഥാനങ്ങളും നമ്മൾ പറയും. ഈ മാവിൻ്റെ കാര്യത്തിലും നമുക്ക് പറയാൻ കഴിയില്ല ഏതൊക്കെ സാധനങ്ങളാണ്, ഏതൊക്കെ മാവിനങ്ങളാണ്, എത്ര വർഷം മുമ്പാണ് ഇവിടെ ഉണ്ടായെന്നുള്ളത് യാതൊരു സാധനവും റെക്കോർഡ്സോ ഒന്നും നമ്മുടെ മുന്നിലില്ല. അപ്പം നമ്മൾക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റായി മാറുകയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടാവുകയും ഇവിടുത്തെ കാലാവസ്ഥയുമൊക്കെ ആയിട്ടൊരു താതാമ്യം പ്രാപിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇനങ്ങളെ പൊതുവെ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ പെടുത്താം. ഇപ്പോൾ മാവ് എന്ന് പറയുന്നൊരു പ്രൈസാണല്ലോ. നമ്മൾ എന്ത് കാര്യത്തിനേക്കാളും ഇമ്പോർട്ടൻസ് മാവിന് കൊടുക്കും. മാങ്ങയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ് മരിക്കും. നല്ല മാവുകൾക്ക്, നാടൻ മാവുകൾക്ക് ഭയങ്കര ഡെൻസിറ്റിയിൽ വളരുന്നൊരു പ്രദേശമാണിത്. എൻ്റെ സുഹൃത്ത് ജയചന്ദ്ര മാഷിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ ഞാൻ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് മാങ്ങകൾ കളക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ആ പരിസരത്തുള്ള ഒരു മാവ്, അത് വെല്ലത്താൻ എന്നാണ് ആ വീട്ടുകാരതിനിട്ട പേര്, ആ മാവ് മുറിച്ച് മാറ്റപ്പെട്ടു. പിന്നെ ഞാൻ ആ മാമ്പഴത്തിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്തപ്പോൾ വേറെ എവിടെയും അത് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മാങ്ങ വിരിയുന്നൊരു സംഭവം നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. ആ ഒരു ടേസ്റ്റ് ഒന്നും എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അത് എന്നേക്കായിട്ട് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ചെയ്തൊരു കാര്യം, അതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തി. ഒരു മഴക്കാലമായതുകൊണ്ട് അതിൻ്റെ കമ്പൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് തൈകൾ ഉണ്ടാക്കി ആ പരിസരത്തൊക്കെ നമ്മൾ നട്ടു ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള കുറേ വെറൈറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ ആ ഒരു സ്വീറ്റ്നെസ് ആണല്ലോ. ഇപ്പം നല്ലൊരു നാട്ടുമാങ്ങ കഴിച്ച ഒരാൾ ഒരിക്കലും അത് മറക്കില്ല.
അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമവും അതുണ്ട്, എല്ലാവർക്കും ഉണ്ടാകും. ആളുകളെ പരിചയപ്പെടുമ്പോൾ നല്ല ഏതെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്ലീഷ ഡയലോഗുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ തറവാട്ട് വീട്ടിൽ വലിയൊരു മാവുണ്ടായിരുന്നു, അത് നല്ല ഗംഭീരം മാങ്ങയായിരുന്നു, പക്ഷെ അതിപ്പോഴില്ല. ഞാൻ പല സ്ഥലത്തും അത് അന്വേഷിച്ചു, അത് ഇപ്പോഴെവിടെയും കാണാനില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ആളുകൾക്കെല്ലാം പറയാനുള്ളത് പണ്ട് തറവാട്ടിലെ മാവ് മുറിച്ചു മാറ്റിയ കഥ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇനി അങ്ങനെ ആരും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത്. ഇന്ന് നമ്മൾ ജസ്റ്റ് സ്പീഡായിട്ട് കളക്ട് ചെയ്യാം. ഇത് ഏതാണ് മാങ്ങ? മാവല്ലോ. ഒന്ന് പൊട്ടിച്ചോട്ടെ. ഇത് നമ്മളെ കുറ്റിയാട്ട മാവ് തന്നെ. അതാണ് ഇത് GI കിട്ടിയ വെറൈറ്റിയാണിത്. ഇതിന് ഈ ഭാഗത്ത് കൂടുതലും പറയുന്നത് കുഞ്ഞുമംഗലം മാങ്ങ, കുഞ്ഞുമംഗലം. പിന്നെ നമ്മുടെ കണ്ണവര ഭാഗത്ത് ഇതിന് കണ്ണവര മാങ്ങ എന്ന് പറയും, ചില സ്ഥലത്ത് നമ്പ്യാർ മാങ്ങ എന്ന് പറയും. അങ്ങനെ 3-4 പേരുണ്ട്. സാധാരണഗതിയിൽ നാട്ടുമാവുകളുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നാട്ടുമാവുകൾ എന്തിന് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു കോമൺ ലോജിക്കിൽ ആളുകൾ പറയുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഇനങ്ങളെ അത് നമുക്കിപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വെറൈറ്റീസിനേക്കാൾ മെച്ചപ്പെട്ട സാധനങ്ങൾ ഇനിയും നമുക്ക് കണ്ടെത്താനുള്ളതുണ്ട്. അപ്പോൾ അവയൊക്കെ നമുക്ക് പുറം ലോകത്തേക്ക് എത്തിക്കാൻ ആവശ്യമായ രീതിയിൽ ആദ്യം ചെയ്യേണ്ടുന്ന പടി എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷനാണ്. അപ്പോൾ അത് ഓരോ വർഷവും ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തെ കിട്ടിയതിനേക്കാൾ മെച്ചപ്പെട്ട ഇനങ്ങൾ കിട്ടുന്നുണ്ട്. രണ്ടാമത്തത്, ഈ ഐഡൻറ്റിഫൈ ചെയ്ത ഇനങ്ങളെ വളരെ ഫാസ്റ്റായിട്ട് കൺസർവ് ചെയ്യുക. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ലാഗ് ചെയ്യാനേ പാടില്ല. ഇന്നൊരു മാവ് കണ്ട് അത് ഇഷ്ടപ്പെട്ട് അത് പ്രത്യേകതയുള്ളതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഈ ആഴ്ച തന്നെ അതിൻ്റെ ഒരു കമ്പെടുത്ത് 1-2 തൈ ഉണ്ടാക്കി സേഫാക്കി വെക്കണം, ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. മൂന്നാമത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് ഈ കൺസർവ് ചെയ്തതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് ക്വാളിറ്റിയുള്ള സാധനങ്ങളെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലതരത്തിലുള്ള പ്രശ്നങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള വെറൈറ്റികളും കൂടിയാണ് ഈ നാട്ടുമാവുകൾ. രോഗപ്രതിരോധ ശേഷി ആയാലും, ഈ ഡ്രൗട്ട് റെസിസ്റ്റൻസ് ആയാലും, അതുപോലെ തന്നെ സലൈനിറ്റി റെസിസ്റ്റൻസ് ആയാലും, അതുപോലെ തന്നെ ഈ കീടങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നായാലും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും വിമുക്തമാണ് ഓൾമോസ്റ്റ് നാട്ടുമാവുകൾ. ഈ റൂട്ട് സ്റ്റോക്ക് നാട്ടുമാവുകളുടെ റൂട്ട് സ്റ്റോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി തന്നെ അത് ഉപയോഗിക്കാനുള്ള ഒരു റീസണായി പറയുന്നത് ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് കപ്പാസിറ്റിയാണ്. മാത്രമല്ല, കഴിഞ്ഞ 2-3 വർഷം മുമ്പുള്ള നമ്മുടെ ഒരു ഇവൻറ്റിൽ IHRലെ ഡയറക്ടർ തന്നെ ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടത്, ഇവിടെ സലൈനിറ്റി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മാവിനങ്ങളുണ്ടോ, ഡ്രൗട്ട് ടോളറൻ്റ് ആയിട്ടുള്ള മാവിനങ്ങളുണ്ടോ, അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഉപ്പുവെള്ളം ഉള്ള പുഴയരികിലൊക്കെ നന്നായിട്ട് വളരുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്ന വെജിറ്റേറ്റീവ് ഗ്രോത്തൊക്കെ നന്നായിട്ടുള്ള ഇനങ്ങളുണ്ടെങ്കിൽ അതൊന്ന് പരിചയപ്പെടുത്താമോ, അതിൻ്റെ വിത്ത് ശേഖരിക്കാമോ എന്നൊക്കെ ചോദിച്ചു. അവർക്ക് അതിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതനുസരിച്ചിട്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-25ഓളം അങ്ങനെ സലൈനിറ്റി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു ജലത്തിനടുത്ത് വളരുന്ന ഇനങ്ങളുടെയൊക്കെ സീഡ് കളക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഇത്തരം സാധ്യതകളൊക്കെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഈ നാട്ടുമാവുകളൊക്കെ അവശേഷിക്കേണ്ടതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ എങ്ങനെ ഇത് ആളുകളിലേക്ക് എത്തും, എങ്ങനെ ഇത് എത്തിക്കേണ്ട കമ്മ്യൂണിറ്റിയുടെ മുമ്പിലേക്ക് ഈ സംഭവം എത്തിക്കാൻ വേണ്ടി പറ്റും, ഈ റെസിസ്റ്റൻസ് പവർ കൂടിയ ഇനങ്ങൾ എത്തിക്കാൻ പറ്റും, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് കൺസർവേറ്റേഴ്സിൻ്റെ വലിയൊരു റോള് വരുന്നത്. കേരളത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നായാലും ഞങ്ങളൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അത് ഒരു ജെന്യൂനായിട്ടുള്ളൊരു നാട്ടുമാവാണെന്ന് നമുക്കൊരു ബോധ്യം കൂടി വരേണ്ടതുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നമ്മൾ കൺസർവ് ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മൾ കൊടുത്തൊരു കാര്യം. ആ പ്രദേശത്ത് നാട്ടുമാഞ്ചോട്ടിൽ എന്ന് പറയുന്ന കൂട്ടായ്മ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ മാങ്ങയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ എന്നാൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നാട്ടുമാഞ്ചോട്ടിൽ കൂട്ടം വന്നതോടുകൂടിയാണ് മെയ് മാസത്തിൽ വലിയ തരത്തിലുള്ള ആ ജനകീയ പങ്കാളിത്തത്തോടുകൂടി
വലിയ തരത്തിലുള്ള ഒരു മാംഗോ ഫെസ്റ്റ് നടത്തുകയും ചെയ്യുന്നുണ്ട്. നാട്ടുമാഞ്ചോട്ടിലെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ പാഷനേറ്റ് ആയിട്ട് ആൾക്കാർ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഫാർമേഴ്സായിട്ടുള്ള ആൾക്കാർ, സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായ ആൾക്കാർ, ഇവരൊക്കെ വിളിച്ചു ചേർത്തിട്ട് ഒരു ഒത്തുചേരലാണ്, ഒരു ബോണ്ടിങ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ട് ഈ 10 വർഷം ചെയ്തത്. നമുക്ക് ഇത് ഒരു ട്രിബ്യൂട്ട് പോലെ നമ്മളെ കൂടെ എല്ലാ പ്രോഗ്രാമിനും ഉണ്ടായിരുന്ന ഒരു 80 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. ജോയേട്ടൻ, കൈനടിയിലുള്ള കുട്ടനാട്ടിലെ ജോയേട്ടാണ്. എല്ലാ പരിപാടിയിലും കണ്ണാതിരത്ത പരിപാടി ഉണ്ടെങ്കിലും സ്വന്തം വീട്ട് പോലെ വന്ന് പങ്കെടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മൾ ഒരു ചന്ദ്രക്കാരൻ മാവ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആദരം എന്നുള്ള രീതിയിൽ നടാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിയുന്നതോടുകൂടി എല്ലാവരിലും ഇതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം നമ്മുടെ ഈ ഒരു ഇവൻറ്റിലേക്ക് സ്വാഗതം ചെയ്യും. നടലാരാണ്? നടല് കുട്ടികളെ കൊണ്ട് നടിയിക്കുന്നതാണ് നല്ലത്. നമ്മുടെ പ്രോഗ്രാമിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ ഇവിടെ വന്നതിന് ശേഷമാണ് അവരിൽ ഒരു ഇൻസൈറ്റ് ഉണ്ടാവുകയും അവരുടെ നാട്ടിൽ ഒരു 10 ഏക്കറോളം ലാൻഡ് വാങ്ങി, ഇതൊക്കെ നമ്മൾ ഈ പ്രോഗ്രാമിൽ വന്നിട്ട് അവരുടെ ഒരു ഇൻസ്പിറേഷനിൽ ആണ് അവർ ചെയ്തതെന്ന് അവർ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വലുതാണ്. ആ രീതിയിൽ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്കും കൂടി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, അവരുടെ നാട്ടിലും ഇതുപോലെ ഒരുപാട് നാട്ടു വെറൈറ്റികളുണ്ട്. അതും പുറം ലോകത്തേക്ക് എത്തുന്നില്ലല്ലോ. അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യിക്കുന്നതോടൊപ്പം ഇന്ത്യയിൽ അറിയപ്പെടാത്ത ഇത്തരം വെറൈറ്റികളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഫംഗ്ഷൻ പ്ലേസിലേക്ക് നടന്നിട്ടാണ് പോവുക. ഒരു 100-200 മീറ്റർ നടക്കുന്നത് ഒരു ട്രൈ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ മാങ്ങ പെറുക്കിക്കൊണ്ട് ആണ് നടക്കുന്നത്. അത് ബോറടിക്കുകയില്ല. മാങ്ങ തിന്നലാണ് മെയിൻ. ഫീൽഡിൽ നിന്ന് മാങ്ങ തിന്നാണ് അതിൻ്റെ വേറെ മലയാളം. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മാങ്ങകളും തിന്നണം. അത് ചിലത് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിന് ചില പ്രത്യേകതകളുള്ളതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. വേൾഡിൽ ഏറ്റവും മധുരമുള്ള മാങ്ങയായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഫിലിപ്പൈനിലുള്ള കരബാവോ മാങ്ങ. അതിൻ്റെ TSS ബ്രിക്സ്, മധുരം അളക്കുന്നത് TSS ബ്രിക്സിലാണല്ലോ. സ്വീറ്റ്നെസ് പറയുന്നത് 28 ബ്രിക്സ് ആണ് അതിൻ്റെ TSS ബ്രിക്സ് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കളക്ട് ചെയ്ത മാമ്പഴത്തിൽ ഒരു കടുക്കാച്ചിയുടെ 36 ബ്രിക്സ് മധുരമുള്ള മാങ്ങയാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ നമ്മുടെ ഇവൻറ്റിൽ നമ്മളൊരു കോമ്പറ്റീഷൻ പോലെ ഒരു സീരിയസ് ആയിട്ടല്ല, തമാശ രൂപേണ കർണാടകയിൽ നിന്ന് വന്നവരും ആന്ധ്രയിൽ നിന്ന് വന്നവരും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരൊക്കെ കുറച്ച് മാങ്ങകൾ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ 25 വെച്ചു, പിന്നെ ഒരാൾ 28 വെച്ചു, ഒരാൾ 30 വെച്ചു, പിന്നെ അതിൻ്റെ മേലെ കയറി വന്നു. അപ്പോൾ നമ്മളിവിടെ വെച്ച ഓൾമോസ്റ്റ് കടുക്കാച്ചിക്കും 30 എബോ ആയിരുന്നു അന്നത്തെ നമ്മളെ ബ്രിക്സ് വാല്യൂ. ഇതിൻ്റെ ഡൈവേഴ്സിറ്റി മാമ്പഴം കൊടുത്ത് കഴിച്ചുകൊണ്ട് തന്നെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഇത്ര വരെ ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണ്, അതിലെ ഡ്രോബാക്ക് എന്താണ്, അതിൻ്റെ സക്സസ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, എത്തരം കാര്യങ്ങളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. What I understand from this event is so many varieties of mangoes are available. I have few varieties with me. Actually very tasty. Commercially it may not have that value, but definitely for a person who loves mango, it would be amazing to taste. And today a lot of kids were there. It's a message to them. It is definitely a beginning of a change, I believe so. പൊതുവെ എല്ലാവരും പറയുന്നത് എനിക്ക് പ്രാന്താണെന്നാണ്. ആ ഒരു അർത്ഥത്തിലാണ്, ആ ഒരു സ്പിരിറ്റിലാണ് പറയുന്നത്. ഈവൻ നമ്മുടെ സുനിൽകുമാർ സാറും പഴയ കൃഷിമന്ത്രി അടക്കം കഴിഞ്ഞ നമ്മുടെ ഒരു മീറ്റപ്പിൽ സാറ് പറഞ്ഞ കണ്ണൂരിൽ നിന്നുള്ള ഷൈജ അവന് പ്രാന്തനാണ്. അപ്പോൾ ഞാനിത് പലതവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇത് പറയുമെങ്കിലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് തരുന്നവരായിട്ടാണ് ഞാൻ ഇവരൊക്കെയും കാണുന്നത്.
പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അത് പോരാ. യഥാർത്ഥത്തിൽ ഈ ഇത്തരം മൂവ്മെൻറ്റുകൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാരിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടാത്തിടത്തോളം ഈ മൂവ്മെൻറ്റ് മുന്നോട്ട് പോവില്ല. എപ്പോഴാണോ ഞാനിത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ സ്റ്റോപ്പാവുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറാൻ പാടില്ല.